ലഹരിക്കെതിരായ പോരാട്ടം സംസ്ഥാനത്തുടനീളം ശക്തമാകുമ്പോഴും ഇടുക്കി രാജക്കാട് ബൈപ്പാസ് റോഡ് ഇപ്പോഴും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ലഹരി താവളമെന്ന ആക്ഷേപം ഉയരുന്നു. പകൽ വെളിച്ചത്തിൽ പോലും പരസ്യ മദ്യപാനവും തുടർന്നുള്ള സംഘർഷങ്ങളും പതിവാകുന്നതായി നാട്ടുകാർ പറയുന്നു. രാജക്കാട് ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്ത് നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് റോഡിലെ ദൃശ്യങ്ങളാണിത്. റോഡരികിൽ കൂട്ടം കൂടിയിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ ചിലർ പരസ്യമായി മദ്യപിക്കുന്ന കാഴ്ചകൾ. നാട്ടുകാരുടെ ആരോപണമനുസരിച്ച് മദ്യത്തിനൊപ്പം മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും ഇവിടെ നടക്കുന്നു എന്നാണ്. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ വ്യാപക പരിശോധനകളും ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള നടപടികളും തുടരുന്നതിനിടെയാണ് ഈ സ്ഥിതി. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ ഭയമില്ലാതെ ഈ വഴി സഞ്ചരിക്കാനാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ലഹരിയുടെ ലഹരിയിൽ നിയന്ത്രണം വിട്ടവർ തമ്മിലുണ്ടാകുന്ന വാക്കേറ്റവും കയ്യാങ്കളിയും പ്രദേശത്ത് പതിവ് കാഴ്ചയായി മാറിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴും മണിക്കൂറുകളോളം ഈ മേഖല സംഘർഷഭൂമിയാകാറുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. ബീവറേജസ് ഔട്ട്ലെറ്റിന് സമീപവും ബൈപ്പാസ് റോഡിന്റെ ഇരുവശങ്ങളിലുമായുള്ള കൃഷിയിടങ്ങളിലും മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. കൃഷിയിടങ്ങൾ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്ന് കർഷകർ പറയുന്നു. നിരവധി പരാതികൾ നൽകിയിട്ടും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.